സ്വന്തം ഭാര്യയുടെ ഓൺലൈൻ സെക്സ് കാരണം ജീവിതം തകർന്ന ചെറുപ്പക്കാരൻ. അതെ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ കോളിലൂടെ നഗ്നത കാണിക്കുന്ന ഒരു സ്ത്രീ. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാനും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചായിരുന്നു. അതിനിടയിൽ ഇവള് മൊബൈലിന്റെ ഉപയോഗം കൂടി. ദിവസം റൂം അടച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ റൂമിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. കുറച്ച് സമയം ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഈ സംഭവം കണ്ടത് ഇവള് തുണി അയച്ചിട്ട് മാസ്ക് വെച്ചിട്ട് ശരീരം മൊത്തം കാണിച്ചു കൊടുക്കുന്ന ഭാഗം കണ്ടത്. ഞാൻ കുഞ്ഞുങ്ങളെ ആലോചിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അവർക്ക് ഭയം, ആരെ ഭയമല്ല. എതിർത്ത് സംസാരിച്ചവർ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം അവർ ഡ്രഗ്സ് എന്തോ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അപ്പൊ താങ്കൾ വീണ്ടും എതിർത്ത് സംസാരിച്ചപ്പോൾ അവര് തിരിച്ചിങ്ങോട്ട് നിർത്തത്തില്ല എന്ന് പറഞ്ഞു. പോലീസുകാർ അറിഞ്ഞ പ്രശ്നമാണ്. പോലീസുകാർ എന്താണ് ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ മക്കളാണ് ഇത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ കണ്ടതിനടുത്ത് കിണറ്റിലിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്റെ ഇത് വീഡിയോ ഞാൻ പബ്ലിക് ആക്കുകയാണെങ്കിൽ ഈ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ പീഡന കേസ് കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ മക്കളെ തന്നെയും അപ്പൊ ഈ വീഡിയോ കോൾ ചെയ്യുന്നുള്ളതിന്റെ തെളിവുകളുണ്ട്, വീഡിയോ സഹിതം എന്റെ കയ്യിലുണ്ട്. മയക്കുമരുന്നും ജാൻ പിടിക്കാൻ പോലീസ് മറ്റു നാട്ടിൽ ഇറങ്ങിയ പോലെ ഇതും നിർത്തുകയാണെങ്കിൽ എനിക്ക് സംഭവിച്ച നാളെ ആർക്കും സംഭവിക്കാം. ഇവര് പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓൺലൈൻ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളൊരു ഷെമി ഉണ്ട്. ഷെമി കാസർഗോട്ടുകാരിയാ. അവളെ വീട്ടിലേക്ക് ഇവള് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അധികമായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. പിന്നെ ദാണ്ടെ ഈ ഒരു സാധനം കണ്ടോ, ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചോണം. എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രശ്നം നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ചേട്ടനെതിരെ കേസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ കൊടുത്തോണ്ടിരിക്കുന്നു. ഇനി ഇപ്പൊ ഈ ചേട്ടന് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഫുള്ള് തെളിവ് ഇനി സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുക.